ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോകുന്ന ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഗായ്സ്, ഇന്ന് ഇതിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി പറയുന്നത് KSRTC മലബാറാണ്. ഇത് ഏതാ ബസ് അറിയില്ല, കണ്ടിട്ട് KSRTC പോലെ ഉണ്ട്. KSRTC മലബാറിൻ്റെ അശോക് ലൈലാൻഡാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ പിന്നെ ആൾക്കാരെ കയറ്റേണ്ട ഒരു കാര്യമില്ല, കാരണം ഞാൻ കളിക്കുന്ന ഫ്രീ മോഡാണ്. അതുകൊണ്ടാണ് ആൾക്കാരെ കയറ്റാത്തത്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡും കൂടി എനിക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അതൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളെ വണ്ടി റോഡിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ പിന്നെ എന്തോ ദൈവത്തിൻ്റെ ഇതാണോ അറിയില്ല, എന്തോ കൊടുത്തിട്ടുണ്ട്. ഒരു ബസ്സിൻ്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ കാണാൻ രക്ഷയില്ല, അടിപൊളി ഇൻറ്റീരിയർ. ഓക്കെ, ഈ വണ്ടിയിൽ പിന്നെ 2 ഫ്യൂച്ചേഴ്സ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ ഉള്ള ഒന്നമർത്തിയ അപ്പോഴത്തേക്കും ലോഡിംഗ് മാപ്പ് വന്ന് സാരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇവിടെ ഉള്ള ഈ ഒന്നുള്ള ബട്ടൺ അമർത്തിയാൽ ഇവിടെയുള്ള ഈ ഡോർ ഇങ്ങനെ തുറന്നു വരും. ഇതൊക്കെ ഇപ്പോൾ അടച്ചിട്ടാണല്ലേ, ഇപ്പോൾ തുറന്നു വന്ന് ഇപ്പോൾ അടച്ചതാ. ട്രെയിൻ സീറ്റാണ്, ആൾ തട്ടിപ്പോവും. ഇനി 2 തുറന്നാൽ ഇവിടെയുള്ള ബാറ്ററീൻ്റെ ഇത് ഓപ്പൺ ആവും. ഓക്കെ, പിന്നെ ഇവിടെ ഡോറിൻ്റെ ബട്ടൺ ഉണ്ട്, അത് പറഞ്ഞാൽ ഇവിടുത്തെ ഡോർ ഓപ്പൺ ആവും. അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഇനി അവിടുന്ന് നേരെ ഹൈവേ ആണ്. ഹൈവേ നമുക്ക് ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. പിന്നെ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഈ വണ്ടീൻ്റെ ഹെൽത്ത് കുറയുന്നൊരു സംഭവം വന്ന്, അല്ലാത്തപ്പോൾ അതില്ല ഇനി, അതുകൊണ്ട് കുറച്ച് പണിയാണ്. ഓക്കെ, ഇവിടെ മഴയൊക്കെ പെയ്ത് ഇവിടെ നമുക്ക് ടോൾ കൊടുക്കണ്ട, നമുക്കിവിടെ ഫ്രീ ആണ്. കാരണം ഞാൻ ഇവിടെ ഫ്രീ മോഡാണ് കളിക്കുന്നത്, നമുക്കറിയാലോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ മഴ എന്തായാലും പെയ്തുണ്ട്, അതുകൊണ്ട് ഞാൻ വൈപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പെട്ടച്ച് പോവാം. മുന്നിൽ 2 വണ്ടികളുണ്ട്, അവരെ ഇടിച്ചാൽ വണ്ടീൻ്റെ ഹെൽത്ത് കുറയും, അതുകൊണ്ട് നോക്കി കണ്ട് ഓടിക്കണം. നമുക്കിവിടെ ലൈറ്റ് അടിക്കാം, ഒരു വഴി മാറി തരും. ചേട്ടാ ഒന്ന് വേഗം വഴി മാറി. ഇവർക്കൊക്കെ ഈ ഹൈവേയിൽ സ്പീഡ് പോയിക്കുക, എന്തിനാ അങ്ങനെ മിഴങ്ങി പോകുന്നത്? എൻ്റെ പൊന്നേട്ടൊന്ന് വഴി മാറിത്തേട്ടാ. ഓക്കെ, അയാൾ വഴി മാറിയിട്ടുണ്ട്. ഇനി മുന്നിലൊരു ലോറിക്കാരനും കൂടി ഉണ്ട്, അയാളും കൂടി വഴി മാറിയ വഴി ഏകദേശം ക്ലിയർ ആവും. ഓക്കെ, ഞാൻ വീണ്ടും ലൈറ്റ് അടിക്കുന്നുണ്ട്. ഓക്കെ, ഒരാൾക്കും കൂടി മാറാം, പക്ഷെ അവിടെ വണ്ടി ഉണ്ട്, അതുകൊണ്ട് അയാൾക്ക് മാറാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഓ, മാറി ബസ്സുകാരെ മാറി പോണം. KSRTC ആണ് ബാക്കിൽ. ഓ, KSRTCക്ക് ഒരു മര്യാദ ഇല്ലല്ലേ. ഇവിടെ എന്തായാലും ഇഷ്ടം പോലെ വണ്ടികളുള്ളത്, പക്ഷെ എന്നാലും ഒരു മെല്ലെ പോവുള്ളൂ, അതാണ് ചടപ്പിച്ച. ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാലിയ പടച്ചു വിടാം. ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് ഇപ്പോൾ ഇത് 130 കടന്നു. ഇത് 140 വരെ പോവുള്ളൂ, ഒന്നും അറിയില്ല. അപ്പം ഞാൻ ബ്രേക്ക് പിടിച്ചപ്പോൾ ഒന്നും കൂടി സ്പീഡ് കുറഞ്ഞു. ഓക്കെ, ഇതിവിടെ പക്ക കാലി റോഡാണ്. ഇനി നമുക്ക് പറപ്പിച്ച് വിടാം. ഇതെന്താ ടോള് കഴിഞ്ഞോ? ഇല്ല, കുറച്ചുകൂടി ഉണ്ട്, കുറേ ഉണ്ട് ഇനി ഹൈവേ. ഓക്കെ, ഇതിപ്പോൾ 140 കടന്നു, 150 കിടക്കും. നോക്കാം. ഓ, വീണ്ടും വണ്ടികൾ വന്നു. ഓക്കെ, ലൈറ്റ് അടിച്ചിട്ടുണ്ട്. ഇന്ന് പൊന്നേട്ട വേഗം വഴിയാണ്. അയ്യോ. ഓക്കെ, ഇയാൾ ഇപ്പോഴാണ് വഴി പോകുന്നത്. നിങ്ങളെങ്കിലും വേഗം പോകാൻ അവിടെ ലൈറ്റ് അടിച്ചോട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എക്സ്ക്യൂസ് ഏട്ടാ, വേഗം മാറി. KSRTC ഉണ്ട്, അവിടെ ഫോണൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ വണ്ടി 150 കടന്നു. നേരത്തെ 60 കടന്നുണ്ട് തോന്നുന്നു, ഇപ്പോൾ 60 കടന്നു. ഓ, വീണ്ടും വണ്ടികൾ മാറേട്ടാ. ഓക്കെ, ഇപ്പോൾ ഈ വണ്ടി 170 കടന്നു. 200 വരെ പോവോ?
അപ്പോൾ ഈ വണ്ടി പൊളി വണ്ടിയാണെന്ന് ഞാൻ പറയൂ. അയ്യോ മാറി. ഓക്കെ, നല്ല ബസ്സുകാരൻ. ഓക്കെ, ഈ വണ്ടി ഇപ്പോൾ 180 കടന്നു, 90 കടന്നു, 100 വരെ പോവോ? പോണം. 200 വരെ പോവോ? പോണം. ഓക്കെ, ഈ വണ്ടി 200 കടന്നു, 200 എത്ര വരെ പോവും? ഹൈവേയിൽ ചീറിപ്പോയാണ് നമ്മളെ പോക്ക്. ഓക്കെ, ഇവിടെ വൈപ്പർ ഓഫ് ആക്കാം. ഓക്കെ, ഈ വണ്ടി 200-ന് മേളിൽ പോവില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് 200 ഗൈസ്. ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ്. പൊളി വണ്ടി, സീന് സെറ്റായിട്ട് അടിപൊളി KSRTC. എൻ്റെ പോലെ ഒന്നും കാണാനില്ല ഇതിൻ്റെ സ്പീഡ് കാരണം. കേസ് നമ്മളെ ഹൈവേ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ അമ്മാരി സ്പീഡിലാണ് വന്നത്. ഈ വണ്ടി തട്ടും തോന്നുന്നു, കാരണം നല്ല വലിപ്പമുണ്ട് ഇതിന്. ഓക്കെ സെറ്റ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ഒരു പകുതിയോളം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാവില്ല അത്. അപ്പോൾ ഞാൻ ഏത് വീഡിയോ ഇടുമ്പോഴോ 3-4 ലൈക്കിൻ്റെ മുകളിൽ എനിക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഏത് ബസ് കൊണ്ടുവരണമെന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ടാറ്റേൻ്റെ KSRTC ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ബസ് കൊണ്ടുവരണമെന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ കയ്യിൽ 2 ബസ്സുണ്ട്, ഒന്ന് KSRTC ഈശ്വറിൻ്റെ മോഡലും പിന്നെ ടാറ്റേൻ്റെ മോഡലും. അമ്മേ വണ്ടി ഇടിച്ചിട്ടോ. അപ്പോൾ ടാറ്റ കൊണ്ടുവരണം ഈശ്വർ കൊണ്ടുവരണം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ വണ്ടി നൈസായിട്ട് ഇടിച്ച് 94% ഹെൽത്ത് ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ ഗായ്സ്, ഞാൻ ഒരൊറ്റ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് രാത്രിയായി. ഇപ്പോൾ ഞാൻ അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിലേ പോകണം, പക്ഷേ ഞാൻ അതിലേ പോവില്ല, ഞാൻ ഇതിലേ പോകും. എനിക്ക് KSRTCക്ക് ഇതൊരു വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, ഞാൻ അവിടെ വണ്ടി നിർത്തി. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.